ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാമായണം രാമൻ്റെ അയനമാണ്. അയനം ഗമനം, സഞ്ചാരം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് സഞ്ചാരം എന്നതുകൊണ്ട് ജീവചരിത്രമാണ് ഉദ്ദേശിക്കുന്നത്. രാമായണം രാമൻ്റെ ജീവചരിതം. രാമൻ, ശ്രീരാമചന്ദ്രൻ എവിടെ, എങ്ങനെ, എന്തിന് ജനിച്ചു, അനന്തരം എന്തെല്ലാം ചെയ്തു, എങ്ങനെ തൻ്റെ ലീലകളെല്ലാം ആടിത്തീർത്ത് തിരികെ പോയി, അതുവരെയുള്ള ജീവചരിതമാണ് രാമായണം. രാമൻ്റെ ചരിതം എന്ന പോലെ തന്നെ രാമയുടെ ചരിതവുമാണ് രാമായണം. രാമസ്യ അയനമെന്നും രാമായഃ അയനമെന്നും പറയാം. അപ്പോൾ രാമ സീത, സീതയുടെ അയനമാണ്. എന്താണ് ഈ രാമൻ്റെയും സീതയുടെയും അയനത്തിൻ്റെ വിശേഷം? മറുപടി വളരെ ലളിതമാണ്. അത് ധർമ്മവ്യാഖ്യാനമാണ്. സ്വജീവിതത്തിലൂടെ എന്താണ് ധർമ്മമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ് രാമായണം. അങ്ങനെയുള്ള രാമായണം ആദി കവിയായ വാൽമീകി മഹർഷി സുമനോഹരമായി ലോകത്തിലെ ആദി കാവ്യമായി നമുക്ക് വേണ്ടി വിരചിച്ചു തന്നു. 7 കാണ്ഡങ്ങളിൽ 24,000 ഗ്രന്ഥങ്ങളിലായിട്ട് ആ വാൽമീകീയമായ രാമായണം ആദി കാവ്യം എന്ന പോലെ ആദ്യ ഇതിഹാസവുമാണ്, ധർമ്മവ്യാഖ്യാനമാണ്. ലോകത്തിൽ ഏത് കാലം വരെ പർവ്വതങ്ങളും സമുദ്രങ്ങളും നിലനിൽക്കുമോ അക്കാലം വരെ പ്രചരിക്കുന്നതാണ്. സർവലക്ഷണയുക്തം. ഈ ഒരു വാൽമീകീയ രാമായണത്തെ അധികരിച്ച് എത്രയെത്ര രാമായണങ്ങളുണ്ടായി, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. പുരാണത്തിൻ്റെ ഭാഗമായിട്ടും മഹാഭാരത ഇതിഹാസത്തിൻ്റെ ഭാഗമായിട്ടും ഒക്കെ രാമചരിതം പുനരാഖ്യാനം ചെയ്യപ്പെട്ടു. കാളിദാസൻ, ഭവഭൂതി എന്ന് വേണ്ട എത്രയെത്ര മഹാകവികളുടെ ഭാവനാവിലാസങ്ങളെ തട്ടി ഉണർത്തി രാമായണം. അപച്യമാണ് ആ മഹിമ. ആ കൂട്ടത്തിൽ വ്യാസഭഗവാൻ പുരാണങ്ങളിൽ പലയിടത്തും രാമചരിതത്തെ പുനരാഖ്യാനം ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ
ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ ഉത്തരഖണ്ഡത്തിലാണെന്ന് നമ്മൾ വിശ്വസിച്ച് പോരുന്നതാണ് 7 കാണ്ഡങ്ങളിലായി 64 സർഗങ്ങളിലായി 4200 ശ്ലോകങ്ങളിലായി അധ്യാത്മരാമായണം എന്ന രാമചരിതം. അധ്യാത്മരാമായണം കൂടാതെ സംസ്കൃത വാങ്മയത്തിൽ തന്നെ ഒട്ടനവധി രാമായണങ്ങളുണ്ട്. അനേകം ആനന്ദരാമായണവും അദ്ഭുതരാമായണവും ആശ്ചര്യരാമായണവും അങ്ങനെ. ഇനി വ്യത്യസ്ത പ്രാദേശിക ഭാഷകളിൽ അതത് ഭാഷയെ പോഷിപ്പിച്ചുകൊണ്ട് എത്ര രാമായണങ്ങളാണ് രചിക്കപ്പെട്ടത്. ഈ വിവിധങ്ങളായ രാമായണങ്ങളിൽ ഏറ്റവും പ്രാമാണികമായി നമ്മൾ മാനിക്കുന്നത് നിസ്സംശയം പറയാം വാൽമീകീയ രാമായണമാണ്. എന്നാൽ അതിന് തൊട്ട് പിന്നിലായി അതോട് ചേർത്ത് നമ്മൾ പഠിക്കേണ്ടതാണ് അധ്യാത്മരാമായണം. ഇതിൽ വാൽമീകി രാമായണത്തിൽ ധർമ്മവിഗ്രഹമായ രാമൻ്റെ മനുഷ്യഭാവത്തെയാണ് വാൽമീകി മഹർഷി ഏറെ വർണ്ണിച്ചത്. തീർച്ചയായിട്ടും ഈശ്വരഭാവത്തെ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും അത് പ്രായേണ ഗൂഢമാക്കി വെച്ചു, ഗുപ്തമാക്കി വെച്ചു. സ്പഷ്ടമാക്കിയത് രാമൻ്റെ മാനുഷഭാവത്തെയാണ്. അതുകൊണ്ട് അവതാരവർണ്ണന പൂർണ്ണമാവില്ല. അവതാരവർണ്ണന പൂർണ്ണമാവണമെങ്കിൽ മാനുഷഭാവത്തോടൊപ്പം ഈശ്വരഭാവം വർണ്ണിക്കപ്പെടണം. ഇതാണ് അധ്യാത്മരാമായണത്തിൽ ചെയ്യുന്നത്. അധ്യാത്മരാമായണത്തിൽ രാമൻ്റെ മാനുഷഭാവമുണ്ട്, എങ്കിലും അവിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് രാമൻ്റെ ഈശ്വരഭാവത്തിനാണ്. അതുകൊണ്ട് തന്നെ രാമായണം പൂർണ്ണമാവണമെങ്കിൽ ഈ 2 രാമായണങ്ങളെയും ചേർത്ത് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഇനി മറ്റു വലിയൊരു മഹിമ അധ്യാത്മരാമായണത്തിനുള്ളത്, വാൽമീകി മഹർഷി നമ്മുടെ മുമ്പിൽ ധർമ്മവിഗ്രഹമായ രാമൻ്റെ ജീവിതത്തെ വരച്ചു വെച്ചു, ഉത്തമ ധർമ്മ മാതൃകയായിട്ട്. അവിടെ ധർമ്മവിഗ്രഹമാണ് രാമൻ. പരീക്ഷണങ്ങളിൽ പരാജയപ്പെടാതെ, പ്രതിബന്ധങ്ങൾക്ക് മുമ്പിൽ പകച്ചു പിന്മാറാതെ, പ്രലോഭനങ്ങളിൽ പതറി വീഴാതെ ധർമ്മമാചരിച്ച മഹാൻ. പക്ഷേ ആ ഒരു രാമൻ്റെ ചരിതം ലഭിച്ചതുകൊണ്ട് മാത്രം ജനസാമാന്യത്തിന് ധർമ്മം ആചരിക്കാൻ പൂർണ്ണമായി കഴിയില്ല. രാമന് കഴിഞ്ഞു, നമുക്കൊക്കെ കഴിയോ? അവിടെയാണ് ഭക്തിയുടെ, ഉദാത്തമായ ഭക്തിയുടെ, നമ്മുടെയൊക്കെ മനസ്സിനെ പരിശുദ്ധമാക്കി തീർക്കുന്ന ഭക്തിയുടെ പ്രാധാന്യം വരുന്നത്. ഭക്തിഭാവം ഉള്ളിലുണ്ടെങ്കിൽ ധർമാചരണം എളുപ്പം സാധിക്കും. അപ്പം ധർമ്മത്തോടൊപ്പം ഭക്തിയുടെ മാഹാത്മ്യത്തെ ബോധിപ്പിച്ചുകൊണ്ട്, ഭക്തിയുടെ സന്ദേശങ്ങളെ നൽകിക്കൊണ്ട് ഉത്തമമായ ഒരു ഭക്തിശാസ്ത്രമായിട്ട്, അതോടൊപ്പം ഏറ്റവും ശ്രേഷ്ഠമായൊരു വേദാന്ത ശാസ്ത്രമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് അധ്യാത്മരാമായണത്തെ. ഈ രാമായണത്തെയാണ് നമ്മൾ സന്ധ്യാദീപത്തിൻ്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കാൻ ആരംഭിക്കുന്നത്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം വിസ്തൃതമായി ചിന്തിക്കാം. നമസ്തേ.